ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഐൻസ്റ്റോക്സ്. ആര്യ സമാജം 1875 ബോംബെയിൽ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഒരു ഹിന്ദുമത നവീകരണ പ്രസ്ഥാനമാണ് ആര്യസമാജം എന്ന് പറയുന്നത്. വേദങ്ങൾക്ക് ആര്യസമാജം അമിതമായ പ്രാധാന്യം നൽകിയിരുന്നു. ഭൂതം, ഭാവി, വർത്തമാനം കാലത്തെ എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് വേദങ്ങളെന്ന് സമാജം പ്രഖ്യാപിച്ചു. പുരാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഹിന്ദുമതത്തെ മോശമായ പാതയിലേക്ക് നയിക്കുന്നത് പുരോഹിതന്മാരാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വേദങ്ങളല്ലാത്ത മറ്റൊരു ഹൈന്ദവ ഗ്രന്ഥങ്ങളെയും അംഗീകരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആര്യസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തത്വചിന്തയെയും യാഥാസ്ഥികമായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹം ബ്രാഹ്മണ മേധാവിത്വത്തെ വിമർശിച്ചു. കൂടാതെ ഹിന്ദുമതത്തിലുണ്ടായിരുന്ന സങ്കീർണമായ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം അർത്ഥരഹിതമാണെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന സന്ദേശം എന്തെന്നാൽ വേദങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ്. ഇതിലൂടെ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ദേശീയമായ ഐക്യം വളർന്നുവരും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. യാഥാസ്ഥിക ഹിന്ദുക്കൾക്കെതിരെ സമാജം ശബ്ദം ഉയർത്തി. വിഗ്രഹാരാധന, സങ്കീർണമായ ആചാരാനുഷ്ഠാനങ്ങൾ, ഹിന്ദു സമൂഹത്തിലെ പുരോഹിതവർഗത്തിൻ്റെ മേധാവിത്വം എന്നിവയ്ക്കെതിരെ എല്ലാം കടുത്ത പ്രചാരണങ്ങൾ നടത്തി. സമാജം ചാതുർവർണ്ണ സമ്പ്രദായത്തെ അംഗീകരിച്ചിരുന്നുവെങ്കിലും ജാതി വ്യവസ്ഥ നിശിതമായി വിമർശിച്ചിരുന്നു. വിദ്യാഭ്യാസം, സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷനും സമത്വം എന്നിവയ്ക്കെല്ലാം വേണ്ടി സമാജം വിമർശിച്ചു. സഹവിദ്യാഭ്യാസം ആ കാലയളവിൽ നിലനിന്നിരുന്നു. എന്നിരുന്നാലും സമാജത്തിന് കീഴിൽ നിരവധി സ്കൂളുകളും കോളേജുകളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്ത സ്കൂളുകളാണ് സ്ഥാപിച്ചിരുന്നത്. മാതൃഭാഷയിലാണ് പഠിപ്പിച്ചിരുന്നതും. 1886 ദയാനന്ദ ആംഗ്ലോ വേദ കോളേജ് സ്ഥാപിച്ചു. ഇവിടെ വേദപഠനത്തിന് മുൻതൂക്കം നൽകിയിരുന്നില്ല. മുൻഷി റാം, ശ്രദ്ധാനന്ദ് എന്നിവർ ചേർന്ന് ഹരിദ്വാറിൽ ഒരു ഗുരുകുലം സ്ഥാപിച്ചു. അവിടെ വേദപഠനത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ആയിരക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ സമാജത്തിന് സാധിച്ചു. സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ജനാധിപത്യപരമായ ആശയങ്ങൾ സമാജം പ്രചരിപ്പിച്ചു. സമാജത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുള്ള ഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നത്. അതിനായി രൂപം നൽകിയ പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. സമാജത്തിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ, കോളേജ് എന്നിങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ദയാനന്ദ സരസ്വതിയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സത്യത്തിൻ്റെ വെളിച്ചം. അദ്ദേഹം മറ്റു മതങ്ങളുമായി ഹിന്ദുമതത്തെ താരതമ്യം ചെയ്ത് പഠിക്കുകയും ഹിന്ദുമതമാണ് ഏറ്റവും ഉന്നതമായ മതം എന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തു. ഇതാണ് ആര്യസമാജം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.